പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 16-ാം അധ്യായം 4-ാം വാക്യം. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഹല്ലേലൂയ. എല്ലാത്തിനെയും ദൈവം ഒരു ഉദ്ദേശത്തോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, കർത്താവ് അറിയാതെ ഒന്നിനെയും ഉണ്ടാക്കിയിട്ടില്ല. ദൈവം ചിലതിനെ അനുവദിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നാം കടന്നു പോകുന്ന വഴികൾ, നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നാം പോകുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെയും ദൈവത്തിന് ഒരു പർപ്പസുണ്ട്, ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ പുറകിൽ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നാം പോകുന്ന വഴികളെക്കുറിച്ച് നാം നനച്ചു നോക്കിയാൽ ദൈവം അറിയാതെ ആ വഴിയിലൂടെ നാം പോയിട്ടില്ല. എന്തിനാ ദൈവം ആ വഴിയെ ദൈവം അനുവദിച്ചത്? ദൈവത്തിന് അതിൻ്റെ പുറകിൽ ചിലത് നമ്മോട് അറിയിക്കാനുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഹല്ലേലൂയ, അവൻ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി. നാം പലപ്പോഴും പറയും 3 ദിവസത്തെ വഴിക്കകത്ത് അവരെ പിറുപിറുത്തത് കൊണ്ട് ചുറ്റി ദൈവം അവരെ നടത്തി. ഹല്ലേലൂയ, ശരിയാ, അത് കറക്റ്റാ. എന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നേരെയുള്ള ചില വഴിയിലൂടെ പോകാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. കാരണം നേരെയുള്ള വഴിയെ പോയാൽ അവർ അറിയാത്ത ജാതികളെ, അവരെക്കാട്ടിലും ശക്തന്മാരായ ജാതികളെ നേരിടുമ്പോൾ അവർ മടങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ജാതികളുടെ ദേശത്തൂടെ കടത്തിവിടാതെ മറ്റു പല വഴികളിലൂടെ ദൈവം അവരെ ഹല്ലേലൂയ ചുറ്റി വിട്ടു. അവർ കറങ്ങി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, ജീവിതത്തിൽ പലപ്പോഴും അതിൻ്റെ നടുവിലും ആ കറക്കത്തിൻ്റെ ദൈർഘ്യം കൂടിയെന്നിരിക്കാം. അത് മനുഷ്യർ പിറുപിറുക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ കൂടിയെന്നിരിക്കാം. എന്നാൽ ദൈവം അവരെ ചുറ്റിവിട്ടതിൻ്റെ ഉദ്ദേശം, ചില ജാതികളുടെ നടുവിൽ ചെന്ന് അവർ നിരുത്സാഹപ്പെട്ടു പോകും. ചില വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ചിലരെ കണ്ടുമുട്ടിയാൽ അത് നിരുത്സാഹത്തിലേക്ക് തള്ളിവിടും എന്നത് ദൈവത്തിന് നന്നായിട്ടറിയാം. പ്രിയരെ, ചില വഴികൾ ജീവിതത്തിൽ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുക. നാം പലപ്പോഴും ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത്ര താമസം? എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഇത്രത്തോളം ഹല്ലേലൂയ വളഞ്ഞ വഴിയിലൂടെ പോകേണ്ടതായി വരുന്നത്? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രിയരെ, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളെ ദൈവം ചിലത് പഠിപ്പിച്ച്, നിങ്ങളെ ചിലത് ഹല്ലേലൂയ ദൈവം കാണിച്ച്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ ചില അവസ്ഥയിലെത്താൻ നമുക്കൊരു താമസം വന്നെങ്കിൽ നമ്മൾ ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് സമയ ദൈർഘ്യം? എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം? ആ കാലഘട്ടങ്ങളിൽ ദൈവം ചിലത് നിങ്ങളെ പഠിപ്പിക്കുക. മോശ 40 വർഷം ഹല്ലേലൂയ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചിലത് പഠിച്ചു. 40 വർഷം മരുഭൂമിയിൽ ഇത്രോവിൻ്റെ ഹല്ലേലൂയ ആടുകളെ മേയിച്ച് നടന്നപ്പോൾ ചിലത് പഠിച്ചു. അങ്ങനെ 80-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ വിളിച്ചു കൊണ്ടുവരുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ താമസം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമില്ല എന്നുള്ളതിൻ്റെ ഹല്ലേലൂയ ലക്ഷണം അല്ല. ഹല്ലേലൂയ, ദൈവം ചിലത് പഠിപ്പിക്കുക, ദൈവം ചിലതിന് വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ കൊണ്ടുവന്നത്? ചിലർ ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വരുമ്പോൾ ഓർത്തോ, ദൈവം ചിലത് പഠിപ്പിക്കുക. ഇതിലും വലിയ പ്രതിസന്ധിയുടെ നടുവിലും ജയത്തോടെ കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ കാലാളുകളോട് ഓടി ഹല്ലേലൂയ ക്ഷീണിച്ചു പോയാൽ ഹല്ലേലൂയ കുതിരകളോടൊപ്പം എങ്ങനെ ഓടും? ഈ കാലഘട്ടങ്ങളിൽ കാലാളുകളോട് ഓടുന്നത്. എന്നാൽ ഒരു കാലഘട്ടം വരുന്നുണ്ട്, കുതിരകളോട് കൂടെ ഓടി ജയിക്കേണ്ട ഒരു കാലഘട്ടം. ദൈവം നിങ്ങളെ അതിനുവേണ്ടി പഠിപ്പിക്കുക. ദാവീദിൻ്റെ മുമ്പാകെ ഒരു ഗോലിയാത്ത് വന്നപ്പോൾ ദാവീദിന് പറയാൻ സാധിക്കണം, ഇത് വലിയ പോർക്കളത്തിൽ ജയിക്കാനുള്ള മുന്നോടിയാണ്. ദൈവം ഇവിടെ എന്നെ പഠിപ്പിക്കുക. ഇതിന് മുമ്പ് 2 സംഭവങ്ങൾ അതുകൊണ്ടാണ് ദാവീദ് എടുത്തു പറയുന്നത്. ഒരു കരടിയുടെയും ഒരു സിംഹത്തിൻ്റെയും കഥ പറഞ്ഞിട്ട് ദാവീദ് പറയുന്നു, ആ സമയത്ത് ദൈവം എന്നെ ജയിച്ചു, എന്നാൽ ഇപ്പോഴും ദൈവം എന്നെ ജയിപ്പിക്കും. പ്രിയരെ, ഓരോ ഘട്ടങ്ങളിലും ദൈവം ചിലത് പഠിപ്പിച്ച് നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ ധൈര്യത്തെ ദൈവം വർദ്ധിപ്പിക്കുക. ഇന്ന് പകൽക്കാലവും സകലവും ദൈവം
നന്മയ്ക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വഴികൾ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നാം കാണുന്ന വ്യക്തികൾ എല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ്. എന്താ കർത്താവേ, യോർദാൻ ഹല്ലേലൂയ, ഒരു ചെങ്കടൽ കടന്ന് ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഈ യോർദാനിലും ദൈവം ചിലത് പഠിപ്പിക്കുക. ദൈവം ഈ യോർദാൻ കടക്കുമ്പോൾ ദൈവം ചില ആത്മീക ദൂതുകൾ പഠിപ്പിക്കുക. ദൈവം ചിലരുടെ ശുശ്രൂഷകളെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലവും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ പിറുപിറുക്കാതെ ദൈവത്തിന് നന്ദി പറയണം. മരുഭൂമിയിൽ ചെന്നപ്പോൾ മാറയുടെ അനുഭവം വന്നപ്പോൾ പിറുപിറുക്കാമായിരുന്നു. എന്നാൽ അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ പിറുപിറുക്കാതെ മാറയുടെ ഹല്ലേലൂയ വശത്ത് നിൽക്കുന്ന ആ മരത്തേക്ക് നോക്ക്, ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടാട്ട്. ഹല്ലേലൂയ, ദൈവം പറയുന്നു എല്ലാ പ്രശ്നത്തിനും എൻ്റെ പക്കൽ പരിഹാരമുണ്ട്. ദൈവം ഒരിക്കൽ കൂടെ പറയുന്നു, അധൈര്യപ്പെട്ടു പോകണ്ട, ക്ഷീണിച്ചു പോകേണ്ട. നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് ദൈവം ചില ദൂത് നമ്മളോട് പറയുക. ദൈവത്തിൻ്റെ ചില ഹല്ലേലൂയ ചില മെസ്സേജ് നമ്മളിലേക്ക് പകരുക. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെ അറിയിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, എല്ലാം കർത്താവ് ചില ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഉദ്ദേശത്തിനല്ലാതെ, ദൈവത്തിന് പദ്ധതിയില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നാം കാണത്തില്ല, കേൾക്കത്തില്ല, അനുഭവിക്കത്തില്ല, നാം കടന്നു പോകത്തില്ല. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടോ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.